ഹായ് ഹലോ നമസ്കാരം. എജ്യൂമേറ്റിൻ്റെ എൻട്രൻസ് കോച്ചിങ് പല സെൻറ്ററുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അതിലെ ഒരു സെൻറ്ററിലാണ്. എല്ലാവരും ഫുൾ ഓഫ് സ്റ്റഡീസിലും ഡിസ്കഷനിലുമാണ്. നമുക്ക് കുറച്ച് പേരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, പേരെന്താ? ഓക്കെ, ഫാത്തിമ. നാളെ റിവിഷൻ എക്സാം നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ഒരു ഡേ കഴിഞ്ഞതിന് ശേഷം നീറ്റ് എക്സാം വരാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് ഫാത്തിമയുടെ ഈ ഒരു 1 month ജേണി ഒന്ന് പറയാമോ? എൻ്റെ പേര് ഫാത്തിമ. ഞാൻ ഇത് അറിയുന്നതെന്ന് വെച്ചാൽ +1 എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇത് അറിഞ്ഞത്. ആ ടൈമിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയും ആ ടൈമിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഇത്ര 2 year കൊണ്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ആയിരുന്നാലും ഓരോ സപ്പോർട്ട് കാര്യങ്ങളും കൊണ്ട് ഇപ്പോൾ കോൺഫിഡൻ്റ് ആണ്. മന്ത്ലി ആയിരുന്നാലും വീക്ക്ലി ഡെയിലി നല്ല എക്സാംസ് ഒക്കെ ഉണ്ട്. കുറച്ച് പ്രാക്ടീസ് ആയല്ലേ? നല്ല പ്രാക്ടീസ് ആയിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി കോൺഫിഡൻ്റ് ആണ്. നീറ്റ് എക്സാം റെഡിയാണ് എഴുതാനായിട്ട്. നാളത്തെ റിവിഷനും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അശ്മി. അശ്മിയുടെ എക്സ്പീരിയൻസ് പറയാമോ? ഞാൻ എൻ്റെ കസിൻ ബ്രദർ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ആൾക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഇവിടുന്ന് പഠിച്ചപ്പം. അതുവഴിയാണ് ഞാനിവിടെ വന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. 2 വർഷം കൊണ്ട് പഠിക്കേണ്ടത് 1 മാസം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കുമെന്ന്. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെയാണ് എല്ലാവരുടെയും ഹെൽപ്പ് കൊണ്ട് നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞു. നീറ്റ് എക്സാമിന് റെഡിയാണ്, കുഴപ്പമൊന്നുമില്ല. നാളത്തെ റിവിഷൻ എക്സാമിന് ഞാൻ റെഡിയാണ്. ഓക്കെ, അടുത്ത ആളുടെ പേര്? അനന്യ. അനന്യക്ക് എന്താ പറയാനുള്ളത്? ഞാനും എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ വന്നത്. സ്റ്റഡീസ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയലൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ക്ലാസ് ഡിസ്കഷനും ഹോം അസൈൻമെൻറ്റും അതുവഴിയൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നീറ്റ് എക്സാമിന് വളരെയധികം പ്രിപ്പയറാണ്. ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഡെയിലി എഴുതി ഇപ്പോൾ ഒരു സ്പീഡ് കിട്ടി തുടങ്ങി കാണുമല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് ഇപ്പോൾ ഫസ്റ്റ്, അതായത് ഇവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്ത ടൈമും ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഉള്ള ഡിഫറൻസ് എങ്ങനെയുണ്ട്? ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പേരെന്തായിരുന്നു? എൻ്റെ പേര് കാർത്തിക. +2 കഴിഞ്ഞിട്ട് ഇനി നീറ്റിന് പോകണം. പക്ഷേ എവിടെ പോകണം എന്നുള്ള ഒരു ഇതില്ല. അങ്ങനെ എൻ്റെ റിലേറ്റീവ് വഴിയാണ് ഞാൻ അറിഞ്ഞ എജ്യൂമേറ്റിൻ്റെ ഇതേപോലെ സെൻറ്റർ നടക്കുന്നുണ്ട്. അങ്ങനെ വന്നതാണ്. അപ്പോൾ ആദ്യമൊക്കെ വന്നപ്പോൾ ആരും കൂട്ടില്ല, അയ്യോ ഇനി പറ്റില്ല എന്നുള്ളൊരിതായിരുന്നു. പക്ഷേ വന്നു ഞാൻ 2 വർഷം കൊണ്ട് എനിക്ക് കിട്ടാത്ത കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഇതാ ഇവിടുന്ന് എനിക്ക് കിട്ടി. 1 മാസം കൊണ്ട് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ മെറ്റീരിയൽസ് ഭയങ്കര യൂസ്ഫുള്ളാണ്. എല്ലാം കൊണ്ടും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നാളത്തെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കിട്ടുക. മെയിൻ ആയിട്ടുള്ള നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പാരന്റ്സും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാക്കൽറ്റീസും വീട്ടുകാരും എല്ലാം നിങ്ങളെപ്പോലെ അത്രയും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് May 5 എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സമയം തന്നതിന്. ആൻഡ് കുറച്ച് പേര് നിന്ന് പഠിച്ചിട്ട് കുറച്ച് പേര് ഇരുന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഹായ്, പേരെന്തായിരുന്നു? സോളമൻ. നിങ്ങൾ നിന്ന് പഠിച്ച് ക്ഷീണിച്ചിട്ടാണോ ഇരിക്കുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഒരു ഫൈനൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെയുണ്ട് ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് എക്സാം എഴുതാൻ പോകുന്നത്? ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ആരാ ഉള്ളതിൽ? ഒരാളുടെ പേര് പറയുന്നോ? അങ്ങനെ വെച്ചാൽ ഒരാളെ വെച്ച് പറയാൻ പറ്റില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കും. എല്ലാവരും നമ്മുടെ കട്ട സപ്പോർട്ടായിരുന്നു. അക്കാഡമിക് അല്ലാതെ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ എജ്യൂമേറ്റിന്റെ ഭാഗത്തുനിന്ന്? എങ്ങനെയായിരുന്നു മെന്റലി സപ്പോർട്ടും? നമുക്കൊരു ഡൗട്ട് വന്നാൽ അവർ ഇങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തരുമായിരുന്നു. നമ്മൾ പോയി ചോദിച്ചാലും അവർ ഇങ്ങോട്ട് വന്ന് നമുക്കെല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കി തരുമായിരുന്നു. പിന്നെ പ്രോബ്ലംസ് ഒക്കെ പുഷ്പം പോലെയാണ് എല്ലാം പറഞ്ഞത്. അതുപോലെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ അതിൻ്റെ ആൻസർ മാത്രമല്ല അതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഒന്ന് സൊല്യൂഷൻ ചെയ്യാനൊക്കെ കുറെ ഹെൽപ്ഫുൾ ആവുന്നില്ലായിരുന്നു ഈ സ്റ്റഡി മെറ്റീരിയൽ? കാരണം ഇപ്പോൾ ഒരു തവണ ചെയ്ത് നമുക്ക് തെറ്റുകയാണെങ്കിൽ പിന്നെ ആൻസർ കീ നോക്കി നമുക്ക് തിരുത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ്. താങ്ക് യു. ഇവിടെ എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? പിന്നെ നിങ്ങൾ എജ്യൂമേറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഇവിടെയുള്ള സാർമാൻ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്നത് മാത്രമല്ല നമ്മൾ പേഴ്സണലി മോട്ടിവേറ്റ് ചെയ്യും. പരീക്ഷ എത്ര പാടുണ്ടെങ്കിലും നമ്മൾ അതിന് മോട്ടിവേഷൻ തരും. ഇങ്ങനെ ചെയ്താൽ മതി, ഇത്രേ ഉള്ളൂ. അവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ. ടെൻഷൻ അടിക്കാതെ പരീക്ഷയിൽ എങ്ങനെയൊക്കെ ഫേസ് ചെയ്യണം, എത്ര സമയം എടുത്ത് ചെയ്യണം, എല്ലാം നമ്മൾ പഠിപ്പിക്കുക മാത്രമല്ല എന്തൊക്കെ ചെയ്യണം ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം പറഞ്ഞു തരും. ഇപ്പോൾ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ നിമിഷം നമ്മൾ ഇരിക്കുകയാണ്. നാളെ റിവിഷൻ എക്സാം ആണ്. അപ്പോൾ ഈ ഒരു 1 month ഗ്യാപ്പിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ സാധിച്ചോ? ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. നീറ്റ് എക്സാം എന്ന് കേട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും എല്ലാത്തിലും ഇവിടെ നമുക്ക് ഈ നീറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് നമ്മളെ
പുതിയ ഒരാളാക്കി. നമുക്ക് എല്ലാം ഇപ്പം എല്ലാം അറിയാം, ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയി. ഇനി എക്സാം പേപ്പർ കിട്ടാൻ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനുള്ള വെയിറ്റിംഗില്ല അല്ലേ? ഓക്കെ, എനിവേ ഇവിടെ ഞാൻ അതുപോലെ കേട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും ഒക്കെ പാരൻസുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അതൊരു നല്ല കാര്യമല്ലേ ശരിക്കും പറഞ്ഞാൽ? കുട്ടികളെ സംബന്ധിച്ച് ടീച്ചേഴ്സ് ആയാലും ഫാക്കൽറ്റീസ് ആയാലും സ്റ്റാഫ്സ് ആയാലും നമ്മളോട് പെരുമാറുന്നത് പോലെ തന്നെ പേരൻസിനോട് ബിഹേവ് ചെയ്യാൻ നമുക്ക് അത്രയും മീൻസ് അത്ര ഒരു ഫ്രീഡം കിട്ടും ടീച്ചേഴ്സിൻ്റെ അടുത്ത്. മാത്രമല്ല നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് അത്രയും ഫ്രീഡത്തോട് സംസാരിക്കുമ്പോൾ അവർക്കും എന്തും തുറന്ന് സംസാരിക്കാൻ, ചോദിക്കാനുമുള്ളൊരു സാധ്യതയാണ് അവർ കൊടുക്കുന്നത്. മാത്രമല്ല എഡ്യൂമേറ്റിനെ സംബന്ധിച്ച് ഫസ്റ്റൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോൾ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം പിന്നീട് ആയപ്പോൾ ടീച്ചേഴ്സ് ആയാലും പഠിപ്പിച്ച് ഞങ്ങളെ ഒരു ലെവലെത്തിച്ച്, മനസ്സിലായില്ലേ? അപ്പോൾ നീറ്റ് എന്ന ഒരു നമ്മുടെ പേടി അങ്ങ് മാറി. ഇപ്പോൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണം, എഴുതണം. മാത്രമല്ല ടീച്ചേഴ്സ് ആയാലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട്, ഇപ്പോൾ ഓരോ സബ്ജക്ട്സ് ആയാലും പ്രോബ്ലംസ് ആയാലും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോം അസൈൻമെൻറ്റ് അല്ലാതെ നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, 20 ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ തീരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുകയും അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. വീട്ടിൽ പോയി ആ ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്യുമ്പം ആ ചാപ്റ്ററെ നമുക്ക് ക്ലിയർ ആകും. പിന്നെ അങ്ങനെ പഠിച്ച് അതുപോലെ തന്നെ നമുക്ക് നീറ്റ് നമുക്കൊരു കംഫർട്ടബിൾ ഏരിയ ആയി ഇപ്പോൾ ഫുൾ കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്രോച്ച് ചെയ്യാനുള്ളത്. ഇവിടെ എന്താണ് പറയാനുള്ളത്? ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് +2 എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. കാരണം നീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പം 1 മിനിറ്റിനകത്ത് എങ്ങനെയോ ചെയ്യാം എന്നാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാത്സ് ക്ലാസ്സാണ്. കാരണം സാറിൻ്റെ പേര് അനീഷ് എന്നാണ്. സാറ് 1 മിനിറ്റിനകത്ത് നമ്മൾ 2 പേപ്പറൊക്കെ എഴുതി സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ജസ്റ്റ് 2 സ്റ്റെപ്പിൽ എങ്ങനെ നമുക്ക് ചെയ്യാം, നല്ല പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഷോർട്ട് കട്ട്സ് ഒക്കെ വെച്ച് നന്നായിട്ട് ടിപ്സ് ഒക്കെ പറഞ്ഞായിരുന്നു. 1 മിനിറ്റിനകത്ത് പേടിക്കാതെ ആദ്യം ഏത് ചെയ്യണം, ആദ്യം എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എല്ലാം പറഞ്ഞു തന്നു. ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് കുറച്ച് ഗെയിം പ്ലാൻ പോലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ഇവിടെ നിങ്ങളുടെ ഫാക്കൽറ്റീസിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരൻസിനും സ്റ്റുഡൻസിനും ഉള്ളതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ടെൻഷനിലാണ് അവർ. മീൻസ് അത് എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ആരൊക്കെ റാങ്ക് ലിസ്റ്റിലുള്ളത്, എത്രയൊക്കെ റാങ്ക്സ് ഒക്കെ അറിയാനായിട്ട് ഒരുപാട് ഒരു എക്സൈറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫാക്കൽറ്റീസ് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ സാറുമാർ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവരൊരിക്കലും ഞങ്ങളുടെ സാറുമാരായിട്ട് അംഗീകരിക്കുന്നത്. കാരണം അവരത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ കെമിസ്ട്രി സാറായാലും, സാറിൻ്റെ പേര് മിഥുൻ എന്നാണ്. അപ്പോൾ സാറ് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് കെമിസ്ട്രി പഠിപ്പിക്കുന്നത്, ഞാൻ +2 വരെ കെമിസ്ട്രി എന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് വെച്ചിരുന്നത്. എഡ്യൂമേറ്റീവ് വന്നതിന് ശേഷം എനിക്ക് കെമിസ്ട്രിയൊക്കെ വളരെ ഈസി ആയിട്ട് സാറ് നല്ല രീതിയിൽ നല്ല ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നു. സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിന്നാണ്. ഇവിടെയുള്ള സാറ് മാത്രമല്ല എല്ലാ സാറുമാരും ടീച്ചേഴ്സ് ആയാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്താണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. സോ അവർ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങൾ നല്ലപോലെ പഠിക്കണം, ഞങ്ങളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ എയിമിലോട്ട് നമ്മളെ കൊണ്ട് അക്കാഡമിക്കായിട്ടും മെന്റലായിട്ടും ഒരു നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ എഡ്യൂമേറ്റിൽ വന്ന് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന മെൻറ്റാലിറ്റിയൊക്കെ ഒരുപാട് മാറി ഭയങ്കര എക്സാം എങ്ങനെ ധൈര്യത്തോടെ നമുക്ക് അപ്രോച്ച് ചെയ്യാമെന്ന് ഒരു നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. നല്ലൊരു മെൻ്റൽ സപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ ഈ എഡ്യൂമേറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇതുവരെ ഈ എഡ്യൂമേറ്റിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടാണ്. ഞങ്ങൾ ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെ എഡ്യൂമേറ്റ് എന്ന് പറയുന്നൊരു ലേണിംഗ് സെൻറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിയുന്നത്. സോ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളിവിടെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എങ്ങനെയായിരിക്കും ക്ലാസ്സസ്, നിങ്ങൾ 2 വർഷം കൊണ്ട് പഠിച്ചത് ഞങ്ങൾക്ക് പറ്റുമോ, എന്താണ് മാത്സൊക്കെ ഒരുപാട് ഇൻ്റഗ്രേഷനൊക്കെ നമുക്കറിയാം +2 ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ അതൊക്കെ വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് പഠിപ്പിച്ച് നമ്മളെ ഓൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ എക്സാം ഇവിടെ നമുക്ക് എല്ലാ ദിവസവും ഇവിടെ എക്സാംസ് നടത്തുന്നുണ്ട്. സോ അതുവഴി നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരുപാട് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൽ ഹോം അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് പറ്റുന്നുണ്ട്. സോ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ഈ ഒരു പ്രാക്ടീസ് തരുന്നുണ്ട്. സോ അത് നമുക്ക് വളരെ വലിയൊരു സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്.
യെസ്, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് അറിയിക്കുകയാണ്. കറക്റ്റായിട്ട് 1 hour ബിഫോർ നിങ്ങളുടെ എക്സാം ഹാളുകളിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ തലേദിവസമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുക. പിന്നെ ഡ്രസ് കോഡൊക്കെ അറിയാമല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും ഫാക്കൽറ്റീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഡ്രസ് കോഡൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അടിച്ചു പൊളിച്ച് എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. EduMed Entrance Coaching Center, the pioneers of entrance coaching in Southern Kerala.